കേരളത്തിൽ അദ്ദേഹം പറഞ്ഞതിനേക്കാൾ കൂടുതൽ സ്ഥലങ്ങളിൽ വഖഫ് ബോർഡിന്റെ പ്രഖ്യാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം പുറത്തു വന്നിരിക്കുന്ന വാർത്ത നമ്മുടെ തൊട്ടടുത്ത് ചാവക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒരു സ്ഥലം വഖഫ് അവരുടെ സ്ഥലമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നലെയാണ് മാനന്തവാടിയിൽ വഖഫിന്റെ അധിനിവേശം പുതുതായി നമ്മൾ പത്രത്തിൽ കണ്ടത്. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങൾ വഖഫ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. LDFും UDFും വഖഫ് ബോർഡിനെ അനുകൂലിക്കുകയാണ്. ഒരു കാര്യം വളരെ വിനയത്തോടെ വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയും അത്തരം സ്ഥലങ്ങൾ, പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് വഖഫ് ബോർഡ് അവകാശവാദവുമായി വന്നാൽ സംസ്ഥാനത്ത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വഖഫ് ബോർഡ് നിയമവിരുദ്ധമായി പുതിയ പുതിയ സ്ഥലങ്ങൾ നോട്ടിഫൈ ചെയ്ത് അവരുടെ അധിനിവേശം പുനഃസ്ഥാപിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് നേരിടാൻ NDA തയ്യാറാവുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വഖഫ് ബോർഡ് നിയമവിരുദ്ധമായ പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ അവരെ ചോദ്യം ചെയ്യാൻ, തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യാൻ കേരളത്തിലെ സമാധാന പ്രേമികളായ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാകുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. UDFും LDFും കേരളത്തിലെ സാധാരണ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്, പാവപ്പെട്ടവരെ വെല്ലുവിളിക്കുകയാണ്. കിടക്കാനുള്ള അവകാശത്തെ, സ്വത്ത് അവകാശം സംരക്ഷിക്കാനുള്ള അവകാശത്തെയാണ് അവർ വെല്ലുവിളിക്കുന്നത്. ഇത് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രി അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറായില്ലെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഒരു മന്ത്രിമാർക്കും കേരളത്തിൽ നിരത്തിലിറങ്ങി നടക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതിരോധ നില തീർക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സർക്കാരിന്റെ ചുമതലയാണ് ഈ പ്രശ്നത്തിൽ അടിയന്തരമായ പരിഹാരം ഉണ്ടാക്കേണ്ടത്. മുൻപത്തെ ആളുകളെ വിളിച്ചു വരുത്തി പ്രശ്നം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പരിഹരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ഈ വിഷയത്തിൽ ഒരു വശത്ത് ചേർന്നിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ടാണ് നിങ്ങൾ നിയമസഭയിൽ ഐകകണ്ഠേന പ്രമേയം പാസാക്കിയിട്ടുള്ളത്. പാലക്കാട്ടെ ജനങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, കേരള നിയമസഭയിൽ ഒരുപാട് യുനാനിമസ് പ്രമേയങ്ങൾ വന്നിട്ടുണ്ട്. അബ്ദുൽ നാസർ മദനിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം വന്നു. ജമ്മു കാശ്മീരിന്റെ 370-ാം വകുപ്പ് എടുത്തു കളയണമെന്ന്, അത് പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രമേയം വന്നു. രാജ്യത്ത് GST കൊണ്ടുവന്നപ്പോൾ അതിനെതിരായിട്ട് പ്രമേയം വന്നു. വൺ ഇന്ത്യ വൺ ഇലക്ഷൻ വേണമെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചപ്പോൾ അതിനെതിരായിട്ട് പ്രമേയം വന്നു. ഏകീകൃത സിവിൽ നിയമത്തിനെതിരായ പ്രമേയം വന്നു. നോട്ട് ബന്ദിക്കെതിരായി, നോട്ട് നിരോധനത്തിനെതിരായ പ്രമേയം വന്നു. സഹകരണ മേഖല പരിഷ്കരിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരായ പ്രമേയം വന്നു. ഏറ്റവും ഒടുവിൽ വഖഫ് നിയമ പരിഷ്കാരത്തിനെതിരായും ഏകകണ്ഠേനയുള്ള പ്രമേയം വന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഏകകണ്ഠേനയുള്ള പ്രമേയങ്ങളെല്ലാം കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ വികാരത്തിനെതിരായിട്ടുള്ള പ്രമേയങ്ങളായിരുന്നു. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഐകകണ്ഠേന പ്രമേയം പാസാക്കാൻ കഴിഞ്ഞത്? ഇതിനെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യാൻ എഴുന്നേറ്റ് നിന്ന് നിയമസഭയിൽ നിങ്ങൾക്ക് ഏകകണ്ഠേനയുള്ള പ്രമേയം പാസാക്കാൻ അനുവദിക്കില്ല എന്ന് പറയാനുള്ള ആർജവമുള്ള ഒരു MLA ഇല്ലാത്തത് കൊണ്ടാണ്. മുനമ്പത്തെ ക്രൈസ്തവ സഹോദരന്മാരുടെ ഭൂമി കൈയേറ്റത്തിന്, അവരുടെ ഭൂമിയിന്മേലുള്ള അവകാശം നഷ്ടപ്പെടുത്തുന്ന ഈ വഖഫിന്റെ അധിനിവേശത്തിനെതിരായി ശബ്ദിക്കേണ്ട കേരള കോൺഗ്രസിലെ ക്രിസ്ത്യൻ MLA-മാർ പോലും വഖഫ് നിയമ പരിഷ്കാരത്തിന്റെ എതിരായിട്ടുള്ള ഏകകണ്ഠേനയുള്ള പ്രമേയത്തിന് അവരെ എതിർക്കാൻ തയ്യാറായില്ല. ജോസ് കെ മാണി ഉൾപ്പെടെ, അവരുടെ പാർട്ടി ഉൾപ്പെടെ ഒരാളും, നല്ല ഒന്നാന്തരം മാമോദീസ മുക്കിയ ക്രൈസ്തവ MLA-മാർ പോലും സ്വന്തം ജനതയുടെ ഭൂമിയുടെ കിടപ്പാടത്തിന് മേലുള്ള വഖഫിന്റെ അധിനിവേശത്തിന് എതിരായിട്ട് ഒരു നിലപാട് നിയമസഭയിൽ സ്വീകരിച്ചില്ല.
അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രസക്തമാവുന്നത്. നവംബർ 23-ാം തീയതി വോട്ടെണ്ണുമ്പോൾ പാലക്കാട്ടെയും ചേലക്കരയിലെയും ജനങ്ങൾ തീരുമാനിക്കും. ഇനി കേരള ചരിത്രത്തിൽ ഒരിക്കലും ഐകകണ്ഠേനയുള്ള പ്രമേയങ്ങൾ നിങ്ങൾക്ക് പാസാക്കാൻ കഴിയില്ല. ഏകപക്ഷീയമായി പ്രമേയങ്ങൾ പാസാക്കി നിങ്ങളെ നിലപാടുകൾ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ MLA-മാർ കേരള നിയമസഭയിൽ ഉണ്ടാവേണ്ടത് ഈ BJP-ക്കാരുടെ മാത്രം ആവശ്യമല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിക്കണം. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മേലാമുറിയിൽ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. പട്ടാപ്പകൽ നടന്ന അതിദാരുണമായ കൊലപാതകം ആരാണ് നടത്തിയത്? SDPI-യുടെ സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്രമാത്രം ഭീകരാവസ്ഥയായിരുന്നു കേരളത്തിൽ. മോദി സർക്കാർ അധികാരത്തിലില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു കേരളത്തിലെ സാധാരണക്കാരന്റെ സ്ഥിതി ഇന്ന്? ആ മതഭീകരവാദ സംഘടനയായ PFI-യെ നിരോധിക്കാൻ മോദിയും അമിത്ഷായും തയ്യാറായിരുന്നില്ലെങ്കിൽ സമാധാനത്തോടുകൂടി നമുക്ക് കിടന്നുറങ്ങാൻ കഴിയുമായിരുന്നോ? പ്രിയപ്പെട്ടവർ, ഏതെങ്കിലും ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ, അങ്ങനെ വരാൻ പോകുന്നില്ല ഭാഗ്യത്തിന്, പക്ഷെ അങ്ങനെ വന്നാൽ അവർ ആദ്യം ഒപ്പിടുന്ന ഫയൽ PFI നിരോധനം പിൻവലിക്കുക എന്നുള്ളതായിരിക്കില്ലേ? എല്ലാ വർഗീയ ശക്തികളുമായും കൂട്ടുചേരുന്ന രണ്ട് മുന്നണികളാണ് ഇവിടെ ഉള്ളത്. കഴിഞ്ഞ തവണ ശ്രീധരൻ സാറെ പരാജയപ്പെടുത്താൻ LDF-ലെ വോട്ടർമാർ UDF-ന് വോട്ട് ചെയ്തു. സ്ഥാനാർത്ഥി അത് തുറന്ന് സമ്മതിച്ചു. ബാലൻ അത് ഉറപ്പിച്ചു. ബാലൻ എന്താ പറഞ്ഞത്? ഞങ്ങളുടെ മതേതര വോട്ടുകൾ UDF-ന് പോയി, ഷാഫി പറമ്പിന് പോയി. പ്രിയപ്പെട്ടവരെ, പാലക്കാട്ടെ ജനത മനസ്സ് തുറന്ന് കേൾക്കണം, കണ്ണ് തുറന്ന് കാണണം. AK ബാലൻ പറഞ്ഞ ആ വാക്കുകൾ. LDF-ന്റെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ 36,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. പാവപ്പെട്ട സഖാക്കള്, LDF ഒരു മതേതര പാർട്ടിയാണ്, മുന്നണിയാണ്, മതനിരപേക്ഷ നിലപാടുകളുള്ളവരാണ്, ശരിയായ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവരാണ് എന്ന് ഉറച്ചു വിശ്വസിച്ച് ആ പാർട്ടിക്ക് വോട്ട് ചെയ്ത 36,000 ആളുകളും വിഡ്ഢികളായി. ഷാഫി പറമ്പന്റെ മതം നോക്കി വോട്ട് മാറി ചെയ്ത വർഗീയവാദികളെയാണ് AK ബാലൻ മതേതര വോട്ടുകൾ എന്ന് പറഞ്ഞ് ആദരിച്ചിരിക്കുന്നത്. ഈ നാട്ടിലെ LDF-കാർ ആലോചിക്കണം. സ്വന്തം പാർട്ടിക്ക് വോട്ട് ചെയ്തവർ മതേതര വോട്ടുകളല്ല, മതം നോക്കി വോട്ട് മാറ്റി ചെയ്തവർ മതേതര വോട്ടുകളാണെന്ന് പറയാൻ എങ്ങനെയാണ് AK ബാലന് ധൈര്യം കിട്ടിയത്? ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് പ്രിയപ്പെട്ടവരെ പാലക്കാട്ടെ ജനത മറുപടി കൊടുക്കേണ്ടതല്ലേ? പാലക്കാടിന്റെ വികസനം ആരാണ് തടസ്സപ്പെടുത്തിയത്? ഈ ശ്രീധരൻ എന്ന് പറയുന്ന ഒരു കേരളത്തിന്റെ അഭിമാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടതല്ലേ? ഏതെങ്കിലും തരത്തിലെ വിഭാഗീയത അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നോ? അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം ശരിയായ സർവധർമ്മ സമഭാവനയിലൂടെ ജീവിച്ച ഒരാളല്ലേ? എത്ര വലിയ സംഭാവനകൾ ലോകത്തിന് നൽകിയ ആളാണ്. ആ മനുഷ്യനെ പാലക്കാട്ട് വർഗീയവാദിയായി ആരാണ് ചിത്രീകരിച്ചത്? ഈ ശ്രീധരനെ വർഗീയവാദിയാക്കിയവരാരാണ്? യാതൊരു ഭേദഭാവവുമില്ലാതെ വോട്ടർമാരെ സമീപിച്ച് പാലക്കാടിന്റെ വികസനത്തിനായി സമഗ്രമായ ഒരു മാസ്റ്റർ പ്ലാനുമായി ഇവിടെ എത്തിയ ഈ ശ്രീധരനെ രണ്ട് കൈയും നീട്ടി പാലക്കാടൻ ജനത സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ ആരാണ് വോട്ട് മറിച്ചത്? എന്തിനാണ് വോട്ട് മറിച്ചത്? ഷാഫി പറമ്പൻ അന്ന് കളിച്ച വർഗീയ രാഷ്ട്രീയം, ചേരിതിരിവിന്റെ രാഷ്ട്രീയം, ധ്രുവീകരണത്തിന്റെ രാഷ്ട്രീയം CPM-ന്റെ സഹായത്തോടു കൂടിയല്ലേ നടന്നത്? നോക്കൂ, ഈ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരുമായിരുന്നോ? അന്ന് വർഗീയ ശക്തികളെ ഉപയോഗിച്ച് PFI-യെയും ജമാഅത്തെ ഇസ്ലാമിയെയും മതഭീകരവാദ ശക്തികളെയും രാത്രിക്ക് രാത്രി വീടുകളിൽ പറഞ്ഞയച്ച് വോട്ട് ഏകീകരിച്ച ഷാഫി പറമ്പനും സംഘവും ഈ മണ്ഡലത്തിൽ നിൽക്കാൻ തയ്യാറായോ?
എന്തുകൊണ്ട് ഷാഫി പറമ്പൻ തങ്ങള് ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച പാലക്കാടിനെ മറന്ന് വടകരയിലേക്ക് പോയി? ഏറ്റവും വലിയ വർഗീയത. കെ മുരളീധരൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് വലിയ ഭൂരിപക്ഷത്തിൽ വടകരയിൽ ജയിക്കുമായിരുന്നു. ആ മുരളീധരനെ അവിടുന്ന് തുരത്തണം. മുരളീധരനെ പറഞ്ഞ് പിരികയറ്റി ജാമ്പവാൻ ഹനുമാനെ ലങ്ക ചാടാൻ പ്രേരിപ്പിച്ചതുപോലെ പിരികയറ്റി പാവത്തെ വാനോളം പിരികയറ്റിട്ട് തൃശ്ശൂരിലേക്ക് അയച്ചു. സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ മുരളീധരന് മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു. അല്ലെങ്കിൽ അദ്ദേഹം ഇന്ന് വടകരയിൽ നിന്ന് പാർലമെന്റ് MP ആയിരിക്കേണ്ടതാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുമായിരുന്നില്ല. നോക്കൂ നിങ്ങള്, പാലക്കാട്ടെ കോൺഗ്രസുകാർ എല്ലാവരും പറഞ്ഞു കെ മുരളീധരനോടുള്ള കടപ്പാട് കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അദ്ദേഹത്തെ വടകരയിൽ കൊണ്ടുപോയി ബലിയാടാക്കിയതിന് പാലക്കാട് അദ്ദേഹത്തിന് കൊടുക്കണം. DCC പ്രസിഡന്റ് ശ്രീകണ്ഠൻ പറഞ്ഞു, മുൻ DCC പ്രസിഡന്റ് വിജയരാഘവൻ പറഞ്ഞു, KPCC ഭാരവാഹികളെല്ലാം പറഞ്ഞു, UDFന്റെ ചെയർമാൻ പറഞ്ഞു, പാലക്കാട്ടെ എല്ലാ നേതാക്കളും പറഞ്ഞു, മുരളീധരനോട് നാം കാണിച്ച ചതിക്ക് പാലക്കാട് സീറ്റ് കൊടുത്ത് അദ്ദേഹത്തെ സാന്ത്വനിപ്പിക്കണം. പക്ഷെ ഷാഫി പറമ്പൻ സമ്മതിച്ചില്ല. മുരളീധരനോടുള്ള പക ഷാഫി പറമ്പൻ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ആ പക കാരണം മുരളീധരന്റെ വന്ധ്യമാതാവ് കല്യാണിക്കുട്ടി അമ്മയെ അങ്ങേയറ്റം മോശമായ ഭാഷയിൽ ആക്ഷേപിച്ച തലതിരിഞ്ഞ ഒരു ചെറുപ്പക്കാരന് തന്നെ സീറ്റ് കൊടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് UDFന്റെ സ്ഥാനാർത്ഥി ശ്രീമതി പത്മജ വേണുഗോപാലിനെ കുറിച്ച് പറഞ്ഞത്? കോൺഗ്രസുകാർ അത് മറന്നുപോയോ? തന്തയ്ക്ക് പിറക്കാത്തവൾ. ഇന്നേവരെ കേരള രാഷ്ട്രീയത്തിൽ ആരെങ്കിലും അത്തരം മോശമായ ഒരു വാക്ക് രാഷ്ട്രീയ എതിരാളികളോട് പറഞ്ഞിട്ടുണ്ടോ? കെ കരുണാകരന്റെ ധർമ്മപത്നി കല്യാണിക്കുട്ടി അമ്മ വെച്ച് വിളമ്പാത്ത ഏത് കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് കേരളത്തിൽ? എത്രയോ വർഷം കരുണാകരന്റെ കുടുംബമായിരുന്നില്ലേ കോൺഗ്രസിലെ ഓരോ പ്രവർത്തകന്റെയും അഭയ കേന്ദ്രം? ആ കല്യാണിക്കുട്ടി അമ്മയെ ഇത്രയും മ്ലേച്ഛമായ ഭാഷയിൽ പത്മജ വേണുഗോപാൽ തന്തയ്ക്ക് പിറക്കാത്തവളാണെങ്കിൽ ആരെയാണ് ആ പരാമർശം കൊണ്ട് വേദനിപ്പിക്കുന്നത്? നിങ്ങൾ ആലോചിക്കും, മുരളീധരന് സീറ്റ് കൊടുത്തില്ലെന്ന് മാത്രമല്ല, മുരളീധരന്റെ തലതിരിഞ്ഞ ചെറുപ്പക്കാരന് തന്നെ കോൺഗ്രസ് പാർട്ടി സീറ്റ് കൊടുത്തില്ലേ? പാലക്കാട്ടെ ജനങ്ങൾ വിഡ്ഢികളാണോ? നേരത്തെ തന്നെ ഡീൽ ഉണ്ടാക്കിയല്ലേ UDF സ്ഥാനാർത്ഥി ഇവിടെ വന്നത്? പത്തനംതിട്ടക്കാരനാണ് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി. പാലക്കാട് വാടകയ്ക്ക് വീടെടുത്തു എന്നാണ് പറയുന്നത്. ഒരു വാടകയ്ക്ക് വീടും എടുക്കേണ്ടതായിട്ട് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രയും പരസ്യമായ രാഷ്ട്രീയ ബാന്ധവം കേരളത്തിൽ ഏത് തെരഞ്ഞെടുപ്പിനാണ് ഉണ്ടായിട്ടുള്ളത്? പത്തനംതിട്ടക്കാരനായ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പത്തനംതിട്ടയിലെ CPMന്റെ ജില്ലാ കമ്മിറ്റി പ്രചാരണം നടത്തുന്നു. പിന്നെ എന്തിനാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കുന്നത്? എന്തിനാണ് ആ ഡോക്ടർ ഇവിടെ വന്ന് മത്സരിക്കുന്നത്? ഡോക്ടർ ഇപ്പൊ നല്ല കൽപ്പാത്തിയിൽ ഞാൻ കണ്ടു, ഷാളൊക്കെ നെഞ്ചൊക്കെ കാണിച്ചു. ഇവൻ ഏതാണ് ഡോക്ടർ എന്ന് നിങ്ങൾക്കറിയില്ലേ? CAA വന്നപ്പോൾ ഈ നാട്ടിലെ ഹിന്ദുക്കൾക്ക് ചികിത്സ കൊടുക്കില്ല എന്ന് പറഞ്ഞ ഏക ഡോക്ടറാണ്. ഞങ്ങളൊന്നും മറന്നിട്ടില്ലെന്ന് വിചാരിക്കുന്നുണ്ടാവും. CAA വന്നപ്പോ CAA അനുകൂലിക്കുന്നവർക്ക് ഞാൻ ചികിത്സ കൊടുക്കില്ല, എന്റെ വീട്ടിൽ കയറ്റില്ല. ഈ നാട്ടിലെ ഏറ്റവും വലിയ മതഭീകരവാദികളെ, അർബൻ നക്സലുകളെ ഇത്രയും കാലം പ്രോത്സാഹിപ്പിച്ച ആള് കൽപ്പാത്തിയിൽ കുപ്പായ കഴിച്ചിട്ട് നെഞ്ചും വിളിച്ച് കണ്ടാലൊന്നും ആളുകള് മയങ്ങി വീങ്ങില്ല സഹോദര. കാരണം നിങ്ങൾ കാണിച്ച ദ്രോഹം, ഇവിടുത്തെ മതഭീകരവാദികളെ നിങ്ങൾ താലോലിച്ചത്, രാജ്യത്തെ ഛിന്നഭിന്നമാക്കാൻ ശ്രമിക്കുന്ന ശക്തികളോടൊപ്പം നിന്നത്.
എന്തെല്ലാം നാടകങ്ങളാണ്. നെറ്റിയിൽ ചന്ദനക്കുറി, അതിന്റെ താഴെ ചുവപ്പ് കുറി, കയ്യിൽ ചുവന്ന കെട്ട്. ഇതുപോലെ പല ഡോക്ടർമാരും തെരഞ്ഞെടുപ്പിന് മുമ്പ് മത്സരിച്ചിട്ടുണ്ട്. എറണാകുളത്ത് ഒരു ജോജോ ഡോക്ടർ ഉണ്ടായിരുന്നു. ഇപ്പൊ ശൂശു ഡോക്ടർ എന്നാണ് ആൾക്കാർ പറയുന്നത്. അദ്ദേഹത്തെ കാണാനായില്ല. വേറെയും ഡോക്ടർമാർ മത്സരിച്ചിട്ടുണ്ട്. LDF-ഉം UDF-ഉം തമ്മിൽ പച്ചയായ ധാരണയാണ് പാലക്കാടുള്ളത്. ഈ രണ്ട് മുന്നണികളും ഒരേ കള്ള നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഒരാൾ SDPയുടെ പിന്തുണ സ്വീകരിക്കുമ്പോൾ മറ്റേയാൾ PDPയുടെ പിന്തുണ സ്വീകരിക്കുന്നു. കൽപ്പാത്തിയിൽ പോയതുകൊണ്ടോ പോകുന്നില്ല. ഒരിക്കലും കുറിമാക്കാത്ത കൃഷ്ണകുമാർ ഇവിടെ ഉള്ളപ്പോൾ തെരഞ്ഞെടുപ്പുകൾ ചില മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നടക്കുന്നത്. ചില ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പോരാട്ടമാണ്.